അല്ല, ഇതിൽ ആശങ്കയൊന്നുമില്ലല്ലോ സ്മൃതി. ഞങ്ങൾ ഇന്നലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ മറ്റൊരു ചാനലിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റിൽ വീണ്ടും ഓൺ ചെയ്യുകയാണ്. കേജ്രിവാളിനെ ഉടനെ പുറത്തിറക്കി, പുറത്തു നിന്ന കേജ്രിവാളിനെ ഇവരകത്താക്കി, അകത്ത് നിന്ന കേജ്രിവാൾ പുറത്തു നിന്ന കേജ്രിവാളിനെ ശക്തനായി, അദ്ദേഹത്തെ വീണ്ടും പുറത്തിറക്കി അതിലും ശക്തനാക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുമോ? അമിത്ഷായും സംഘവും ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന പ്രതീക്ഷയിലല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ അത്തരം ഞങ്ങൾ നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്, അത് ഞങ്ങളുടെ റൈറ്റാണ്. ആ പോരാട്ടം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടെ നിന്നും ഈ അടുത്ത കാലത്ത് അദ്ദേഹം നീതി കിട്ടത്തില്ല എന്ന് കേജ്രിവാളിനും അറിയാമല്ലോ. അപ്പൊ അത്തരം ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും കോൺഫിഡൻസ് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇവരെ വർഷങ്ങളായി ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ പേരെ ഇവർ വർഷങ്ങളായി ഓരോ നിയമം, ഈ നിയമം എന്തിനാ ഈ നിയമം, ഞാൻ പലപ്പോഴും പല ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ PMLA ആക്ടിന്റെ സെക്ഷൻ കൊണ്ടുവന്ന എന്തിനാണ്? അഴിമതി അന്വേഷിക്കാൻ അഴിമതി നിരോധന നിയമം നാട്ടിലുണ്ട്. ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ആശങ്കകളേ ഇല്ല. പിന്നെ അകത്തിട്ട് ഞങ്ങളെ അങ്ങ് ഇല്ലായ്മപ്പെടുത്തി കളയാം, ഈ പാർട്ടിയെ അങ്ങ് നശിപ്പിച്ചു കളയാം ഒന്നും വിചാരിക്കേണ്ട. ഒരു IIT-കാരൻ അകത്ത് പോയപ്പോൾ ഓക്സ്ഫോർഡുകാരി ഇന്ത്യയിൽ താരമായി വളർന്നു വരുന്നുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ചർച്ചകൾ പോലും മീറ്റ് ദ എഡിറ്റർ ആ ഷോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ തന്നെ അതിലൊന്ന് രണ്ടും എനിക്ക് തോന്നുന്നു ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയാണ്. ആം ആദ്മി പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ചർച്ചയാവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും ആം ആദ്മി പാർട്ടി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ കേരളത്തിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ പാർട്ടി പ്രതിനിധികൾക്ക് പോലും സ്വീകാര്യത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ഭാഗം പറയാൻ ഒരു ചാനലുകാരും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച ചുരുങ്ങിയ കാലയളവിൽ വലിയ രൂപത്തിൽ വളർന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നതും പ്രായോഗികമായി നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നതും പ്രധാനമാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിനുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോടതിയിൽ വന്ന ഹർജി കോടതി തള്ളിയെങ്കിലും അത് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നിങ്ങൾ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? തീർച്ചയായും അല്ല, അതിന് നിയമ പോരാട്ടമല്ലേ നടത്താൻ പറ്റുള്ളൂ. മറ്റു രീതിയിൽ തടയാൻ കഴിയില്ല. നിയമ പോരാട്ടം, ഇന്ന് ഹർജി വന്നു, കോടതി തള്ളി. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ജുഡീഷ്യറിയൊക്കെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞാണ് കോടതി. ജുഡീഷ്യറിയെ വലിച്ചിഴക്കേണ്ട എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പലതും നടക്കുന്നത്. ആ തീരുമാനങ്ങളുടെ പ്രശ്നമാണല്ലോ നിങ്ങൾ അനുഭവിക്കുന്നത്. എക്സിക്യൂട്ടീവിന് തീരുമാനിക്കാം. അതെ, ആ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. ആ എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തെയാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ഇവരുടെ ഗവർണർ ഇപ്പം അങ്ങ് ഈ ചർച്ച തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചല്ലോ, സോളിസിറ്റർ ജനറൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ പറഞ്ഞതായിട്ട് അങ്ങ് സൂചിപ്പിച്ചു. എന്താ സ്റ്റേറ്റ്മെന്റ്? ഈ BJP കൊടുത്ത പണത്തിന് മദ്യ അഴിമതിയായിട്ട് ബന്ധമില്ലെന്ന്. അത് അവരെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ കേജ്രിവാളിന് കൊടുത്ത പണം മാത്രമേ മദ്യ അഴിമതി എന്ന് ഇവർക്ക് ചുരുങ്ങിയ നിമിഷം എങ്ങനെ മനസ്സിലായി? ഇവർ തെളിവെല്ലാം കണ്ട് ശേഖരിച്ചോ? അപ്പോൾ മറ്റേ പണം അങ്ങനെ കൊടുത്താണ് സോളിസിറ്റർ ജനറൽ പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എവിഡൻസ് ഒക്കെ കിട്ടിയോ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇവര് ED എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. NDAയുടെ ഘടകകക്ഷിയാണ് ED എന്ന് പറയുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഡൽഹിയിൽ ഞങ്ങളെ ഒതുക്കി തീർത്തു. ഡൽഹിയിൽ അങ്ങ് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു, ഞങ്ങളെയൊക്കെ പിടിച്ചങ്ങ് അകത്താക്കി. അതുകൊണ്ട് ഈ പാർട്ടി തീരുമോ? അപ്പൊ ഡൽഹി മാത്രമല്ലല്ലോ, പഞ്ചാബിൽ ഭരിക്കുന്നില്ലേ? ഗുജറാത്തിൽ ഇവരുടെ തട്ടകം, നരേന്ദ്രമോദിയുടെ തട്ടകമായ, അമിത്ഷായുടെ തട്ടകമായ സ്ഥലത്ത് 5 നിയമസഭാ MLA-മാരും അതുപോലെ 13% വോട്ടുമില്ലേ? ഹരിയാനയിൽ, ഗോവയിലൊക്കെ ഞങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന, ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിൽ വളരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഈ ഏതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടായ്മകളോ കാണിച്ച് ഞങ്ങളെ തകർത്ത് കളയുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ തളരുന്ന പാർട്ടിയല്ല. കാരണം അതിന്റെ കാര്യം എന്താ? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അല്ലെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ജനങ്ങൾ ആം ആദ്മി എങ്ങനെ സ്വീകരിച്ചിട്ടുള്ളൂ, ആം ആദ്മിയുടെ രാഷ്ട്രീയം എങ്ങനെ വളർന്നു വന്നേ? അവർ വളർന്നു വന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ആശയ രീതിയായിരുന്നു. അത് മറ്റ് രാഷ്ട്രീയ പാരമ്പര്യ പാർട്ടികളെ പോലെ ഏതെങ്കിലുമൊക്കെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന വലിയ പ്രതിക്രിയാവാദവും വലിയ സിദ്ധാന്തങ്ങളുടെ ഒന്നും ബന്ധനത്തിലല്ല ഈ പാർട്ടി. ഇത് വളരെ സ്ട്രെയിറ്റ് ആയി ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്ന പാർട്ടിയാണ്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുന്ന പാർട്ടിയാണ്. വളരെ സ്പേസ് ഉള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടപ്പോൾ ഇവർ വിചാരിച്ചു അതോടെ തീർന്നു, തല അകത്ത് പോയ പാർട്ടി തീർന്നു. അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ക്ഷേമരാഷ്ട്രീയം മാത്രമല്ല, നിങ്ങൾക്ക് മൃദു ഹിന്ദുത്വമുണ്ട്. രണ്ടും BJP-യുടെയും നയമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ശത്രുവായി BJP കണ്ടിരിക്കുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.